എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ നന്ദു അനിയും തമ്മിൽ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നന്ദുവിനൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടോ ഒന്ന് കൺഗ്രാസ് ചെയ്യാൻ പോലും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അനിയും നന്ദുവിന്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ സമയത്ത് നന്ദുവിനോട് അനി പറഞ്ഞു, കൺഗ്രാസ് ഉണ്ട്, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഒരു പക്ഷെ നിന്നെ ഞാൻ അഭിനന്ദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അനാമിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാട്ടോ നന്ദു എന്നൊക്കെ പറയാം. എനിക്കറിയാലോ, പിന്നെ ഉണ്ടല്ലോ നീ SI ആയിട്ട് വേണം എനിക്കൊന്ന് വിലസാനെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അല്ല ഞാൻ SI ആയിട്ട് നീ എങ്ങനെയാ വിലസുന്നതെന്ന് ചോദിക്കുക. എന്നാലും എനിക്ക് അഹങ്കാരത്തോടെ പറയാലോ, എന്റെ ഫ്രണ്ട് SI എന്നൊക്കെ പറഞ്ഞാലോ. ഇനിയിപ്പോ എന്തേലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നിന്നെ ഏൽപ്പിക്കാമല്ലോ എന്ന് പറയണം. ഇവിടെയൊക്കെ എങ്ങാനും ആണെങ്കിൽ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നേ. ഇത് കേട്ടപ്പം അനിയുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, അത് ശരിയാടാ, ഇനിയിപ്പം ഞങ്ങൾക്കും ഞങ്ങൾക്കും അതിൽ സന്തോഷിക്കാന്നൊക്കെ പറയാണ്. ഈ സമയം നന്ദുവിനോട് പറഞ്ഞു, എന്റെ ചെലവുണ്ടെന്ന് പറയാം. നന്ദു പറഞ്ഞാൽ ചെലവൊക്കെ ചെയ്യാന്ന് പറയാം. ആദ്യത്തെ ശമ്പളം കിട്ടേ അപ്പം ഞാൻ ചെലവ് ചെയ്യാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ട്രീറ്റ് എന്റെ വക ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കണം. പിന്നീട് കൂട്ടുകാരന്മാരങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അനിയോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അതെന്താ, ഒരു പക്ഷേ അനാമയ്ക്ക് അന്ന് ഇഷ്ടപ്പെടില്ലായിരിക്കും നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ തന്നെ അനാമയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. ഇപ്പോഴും നമ്മൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്ന് വിചാരിച്ച് അവളിരിക്കുന്നത്. വെറുതെ എന്തിനാ അനിയുടെ ജീവിതമായിട്ട് ഞാനായിട്ട് തല്ലിക്കെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. അനി പറഞ്ഞു, അതിനിയിപ്പൊ തല്ലിക്കെടുത്താനൊന്നും ഇല്ല, അതൊക്കെ പണ്ടേ അസ്തമിച്ച കാര്യങ്ങളാ. അവൾക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ വീട്ടിലെ സ്വത്തിനോടും പണത്തിനോടും പ്രൗഢിയോടും പ്രതാപത്തോടും ഒക്കെയാ അവൾക്ക്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളുമായിട്ട് ഒരു നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവുന്ന ഈ ജന്മത്തിലുണ്ടാവുന്ന എനിക്ക് തോന്നില്ലെന്ന് പറയാം. ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയാം. എൻ്റെ 2 ചേച്ചിമാർ അവിടെയുണ്ട്, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ കേട്. അറിയാലോ, എൻ്റെ നയനേച്ചിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ജീവിതം കിട്ടിയിട്ടുള്ളൂ. ഇത് കേട്ടപ്പം അനി പറഞ്ഞു, ഇപ്പൊ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, പണ്ടത്തെ പോലെ ഒന്നല്ല, വെല്ലുമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. വെല്ലുമ്മ അങ്ങനെ ചീത്ത അധികം ഒന്നും പറയുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അത് ശരിയാ, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ സൽക്കരിക്കാനായിട്ട് അനിയുടെ വെല്ലുമ്മയായിരുന്നു മുൻപന്തി നിന്നെ. എന്താന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ ഇനിയിപ്പം ചേച്ചി അങ്ങനെ പിണങ്ങിപ്പോയാലെന്ന് വിചാരിച്ചാണോന്ന് അറിയത്തില്ല. എന്നാലും ചേച്ചിനെ അങ്ങനെ പറഞ്ഞു വിടാതിരിക്കാനും മാത്രം എന്താ അവിടെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. ഒന്നെങ്കിൽ വെല്ലുമ്മയുടെ മനസ്സ് വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയണ അനിയുടെ. അനി പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണ. അങ്ങനെ കുറെ സമയം കൂടെ അവര് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് വേണു അതിലൂടെ പോകുന്നത്. വേണു കണ്ടു ഇവര് സംസാരിക്കുന്നു. ഓഹോ, അപ്പൊ ഇപ്പൊ ഇവര് തമ്മിൽ വീണ്ടും ബന്ധമുണ്ടോ? ഹോ, അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പൊ തന്നെ അവളോട് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നീട് എന്ത് ചെയ്യണം, അനാമികനെ വിളിക്കുകയാണ്. അനാമികനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ മോളെ, നീ എന്തെടുക്കുവാന്ന് ചോദിക്കാം. ഞാൻ വീട്ടിലാച്ചാ. നീ വീട്ടിലിരുന്നോ, നിന്റെ ഭർത്താവുണ്ടല്ലോ അവളുമായിട്ട് സംസാരിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയണേ. സംസാരിച്ചോണ്ടാ? അതെ മോളെ. ഇത് കേട്ടതോ അനാമിക കൊണ്ട് പെരുത്ത് കയറി. അനാമിക പറഞ്ഞു, അല്ലേ തന്നെ ഒരു പൊറുതി ഇല്ലാതിരിക്കുക, അവൾക്കാണെങ്കിൽ SI സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അച്ഛാന്ന് പറയണേ. SI സെലക്ഷനോ? അതെ അച്ഛാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാനൊന്ന് വിളിക്കണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. അവള് കാരണം ഒരു പൊറുതി ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അവൾ എങ്ങാനും SI ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന പല കേസുകളും മിക്കവാറും അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചോടെ നമ്മളാ കുറ്റക്കാരെന്ന് തെളിയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയാം. മോളെ, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നീ എങ്ങനെയല്ല അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക്. ഇപ്പൊ പോരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയണ. നീ ആ അനീനെ എങ്ങനെയും കറക്കിയെടുക്കാൻ നോക്ക്. എങ്ങനെ കറക്കിയെടുക്കാനാ? അച്ഛൻ തന്നെ കണ്ടല്ലേ, എനിക്ക് ആകെപ്പാടെ പെരുത്ത് കയറുന്നുണ്ട്, ഇവിടെ നിൽക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലെന്ന് പറയാം. മോളെ, തൽക്കാലത്തേക്ക് എല്ലാം കണ്ടും കേട്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ജീവിതം കുറച്ച് നാളത്തേക്കിനും മുന്നോട്ട് പോകുള്ളൂ. അറിയാലോ, അവിടുന്ന് കിട്ടാവുന്നത്ര അടിച്ചു മാറ്റിക്കൊണ്ട് പിന്നെ പോന്നാലും കുഴപ്പമില്ല, അതിനുശേഷം എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അച്ഛന് തലയ്ക്ക് ചുറ്റും കടം കയറി മുങ്ങി നിൽക്കുന്ന അവസ്ഥയാ. വീടൊക്കെ ഏത് സമയത്താ പോണേന്നും അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ കൈകാര്യം ചെയ്യാൻ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല മോളെ. അവൾക്ക് SI സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർന്നെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ എനിക്ക് സംശയമുണ്ട്, അവളും അവളുടെ ഫ്രണ്ട്സും ചേർന്നിട്ടാണോ വീട്ടിൽ കയറി എന്നെ തല്ലിയെന്ന്. അവൾക്ക് സെലക്ഷനോടെ കിട്ടുവാണെങ്കിൽ അവൾ വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയണം. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഒരു കാര്യം ചെയ്യാം, അതെങ്ങാനും മുടക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു, അങ്ങനെ മുടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അവളെ ഏതെങ്കിലും ഒരു കേസിനകത്ത് കുടുങ്ങണം. അങ്ങനെ അവളെ ഏതെങ്കിലും ഒരു കേസിനകത്ത് പൊക്കുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്നും നമുക്ക് നോക്കാം മോളെ. ഒരു കാരണവശാലും അവൾക്ക് ആ സെലക്ഷൻ കിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു, എന്റെ ആഗ്രഹം അത് തന്നെ അച്ഛാ, പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കാം. മോള് വിഷമിക്കണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക, എന്തിനും ഏതിനും ഈ അച്ഛൻ കൂടെയാണെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. ആ സമയം അബി മുറിയിലേക്ക് എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ്
ആ നയനെന്ന് പറയുന്നവളെ കൊടുക്കണേ. ഇന്ന് അവിടെ ജ്വല്ലറി വെച്ച് വേണം ആ സംഭവങ്ങളൊക്കെ. ജ്വല്ലറി ഒരു മാല മോഷണം പോണം. അങ്ങനെ മോഷണം പോവുകയാണെങ്കിൽ പിന്നെ അത് അവളുടെ തലയിലേക്ക് കെട്ടിവെക്കാം. അമ്മ പറഞ്ഞു തന്ന ബുദ്ധിയാണ്, ആ ബുദ്ധി തന്നെ പ്രയോഗിക്കാം എന്നൊക്കെ ഇങ്ങനെ അഭി വിചാരിക്കുകയാണ്. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ തനിക്ക് ഒരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ അഭി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്താണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ്. മുത്തശ്ശി ചോദിച്ചു, ഡോക്ടറെ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഡോക്ടറെ കാണാനായിട്ട് മുത്തശ്ശൻ പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ വസുന്ധരെ, ഇനിയിപ്പം അങ്ങനെ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം നന്നായിട്ട് എനിക്ക് കുറവായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞേ. ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാം ബലവാ എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. ആ സമയത്താണ് ആദർശൻ നയനെ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു, ആഹാ, ഒരു കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു, നയനയുടെ അനിയത്തി നന്ദുവിന് SI സെലക്ഷൻ കിട്ടിയല്ലേന്ന് ചോദിക്കുക. അത് മുത്തശ്ശ കിട്ടിയെന്ന് പറയാം. അപ്പൊ ഇനി കുഴപ്പമില്ല, വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവളിനി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറയാം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അല്ലെങ്കിലും അവള് മിടിക്കുകയെന്ന് പറയാണ്. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ഭാഗ്യമില്ലാതായി പോയി നമ്മുടെ അനിക്ക്, അല്ലെങ്കിൽ ഈ വീട്ടിൽ കയറി വരേണ്ട കുട്ടിയല്ലാരും ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട മുത്തശ്ശാന്ന് പറയാം. പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഒരുപക്ഷെ ആദർശെങ്കിലും ഒരു വാക്ക് നേരത്തെ പറയുമായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പൊ അനിയുടെ ജീവിതം കണ്ടില്ലേ. ആദർശം പറഞ്ഞു, അതൊക്കെ ശരിയാവും മുത്തശ്ശാന്ന് പറയണം. ശരിയാവുമെന്ന് എല്ലാരും പറയുന്നുണ്ട്, പക്ഷെ എന്ത് ശരിയാവാനാ, ശരിയാവും നമ്മൾ കാത്തിരിക്കുന്ന അല്ലാതെ ഒരു പ്രയോജനം ഇല്ലല്ലോ. ഇപ്പോഴും അവര് തമ്മിൽ അങ്ങനെ മിണ്ടാട്ടം പോലും ഇല്ലെന്ന് തോന്നേ. ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ അവരങ്ങനെ സംസാരിച്ച് കണ്ടില്ലെന്ന് പറയാണ്. പിന്നീട് നയനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കമ്പനിയിലെ ജോലിയൊക്കെ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, കുഴപ്പമില്ല മുത്തശ്ശൻ, നന്നായ രീതിയിൽ പോകുന്നു പറയണം. അതിൻ്റെതായ വിവരിച്ച് കാണാനുണ്ട്. മോള് കമ്പനിയിലേക്ക് ചെന്നതിൻ്റെതായ മോള് വരയ്ക്കുന്ന ഡിസൈനിങ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ വരുന്ന വിഷുവിന് എന്തായാലും നമ്മളൊന്ന് തകർത്ത് വാരും. മോളുടെ ഡിസൈനിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അതും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കുറഞ്ഞ ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. അപ്പൊ കുറഞ്ഞ പൈസയില് അത്ര നല്ലൊരു ആഭരണങ്ങൾ, അത് നല്ല ഡിസൈനിങ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയാണ്. ആദർശം അത് ശരിയാ, ഇവള് ജ്വല്ലറിയിലേക്ക് വന്നതിന് ശേഷം അതിൻ്റെതായ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് അവര് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അഭി ചിന്തിച്ച് ജ്വല്ലറിയിലേക്ക് പോവാണ്. പിന്നീടാണ് നയനെ ആദർശം അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അഭി ചിന്തിച്ചു, എവിടെ ചെന്നിട്ട് എന്തേലും ഒരു പണി ഒപ്പിക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെ എന്തേലും ഒരു കുണിഷ്ട ഒപ്പിച്ചാൽ മാത്രമേ അവളെ അവിടുന്ന് പുറത്തേ അടിക്കാൻ പറ്റുള്ളൂ. ആ സമയം ദേവേനെ ആലോചിക്കുക, ഇന്ന് അവൻ എന്തേലും അവിടെ പണി ഒപ്പിക്കും. അങ്ങനെ ഒരു കാരണവശാലും അവനെ വിട്ടുകൂടാ. അവന്റെ കള്ളത്തരം കയ്യോടെ പിടികൂടണം. അവൻ വെക്കുന്ന ആ വേലത്തരം നേരെ അവന്റെ തലയിൽ തന്നെ വരണം. അതിന് വേണ്ടിയിട്ട് എന്തേലും ഒരു മാർഗം കണ്ടെത്തണം. ഒരു കാരണവശാലും നയനെ കള്ളിയാവരുത്. നയനെ കള്ളിയായാലും നയനയുടെ തലയിലേക്ക് കുറ്റം കെട്ടിവെച്ച അവളെ അവിടുന്ന് ചാടിക്കാനുള്ള പുറപ്പാടാ. അതൊരു കാരണവശാലും പാടില്ല. ജലജയ അവനും കൂടെ ചേർന്ന് നടത്തുന്ന നാടകമാണ്. ഇനി എന്തേലും ഒരു ഐഡിയ ചേർന്നോ മതിയാവുള്ളൂ. ജലജയുടെ ഉള്ളിലാണ് ആ സമയത്ത് നല്ല അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അവളെ, ആ നയനെന്ന് പറയുന്ന അവളെ ഇവിടുന്ന് അടിച്ചിറക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ തവണത്തെയും കൂടെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു രക്ഷയും കാണത്തില്ല. അവളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റുന്നില്ല. അവൾ ഇവിടുന്ന് പുറത്തു പോയാൽ മാത്രമേ ആ നവ്യെന്ന് പറയുന്നവളുടെ ശല്യവും പിന്നെ പതുക്കെ അനാമികേനെ ഇവിടുന്ന് പുറത്താക്കണം. എന്നിട്ട് വേണം തന്റെ അഭിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ എന്നൊക്കെ ഓർത്ത് മനക്കൊട്ട കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ദേവയാനി ആരാ മോള്? ദേവയാനി മനസ്സിൽ വിചാരിച്ചു, നീയൊക്കെ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും നയനമോളെ ഞാൻ ഈ പടിക്ക് വെള്ളിലേക്ക് വിടത്തില്ല. നീയൊക്കെ എല്ലാവളുമാരും ഈ വീട്ടിൽ നിന്ന് പോയാലും നയനമോൾ ഈ വീട്ടിൽ തന്നെ കാണും എൻ്റെ മരുമോളായിട്ട്. അതിന് നീ എന്ത് കുതന്ത്രം ഒപ്പിച്ചാലും അതൊന്നും ശരിയാൻ പോകുന്നില്ലടാ അഭി. നിനക്കൊട്ടുള്ള പണി ഞാൻ വഴിയെ തരും എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുവാണ്. നീ ചെല്ലടാ, ചെന്നിട്ട് എന്ത് തന്ത്രമാണല്ലോ ഒപ്പിക്കുക. പക്ഷെ അതൊക്കെ പൊളിച്ചെടുക്കാണ്ട് ഈ ദേവയാനിക്കറിയാം. അങ്ങനെ ദേവേനെ മനസ്സ് വിചാരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.